ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വീടിന്റെ 4 മേഖലകളാണ് ശ്രദ്ധിക്കേണ്ടത്, 4 ദിക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളിലേക്ക് ശരിക്ക് കസ്റ്റമേഴ്സ് വരണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വരണം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു സർവീസ് ആവട്ടെ, ഒരു സെയിൽ ആവട്ടെ. ഇപ്പൊ സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവീസ് നല്ലതാണെന്ന് മറ്റൊരാൾ പറയണം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് മറ്റൊരാൾ പറയണം. അതിനു വേണ്ടി ഒരു ബിസിനസ്സുകാരന്റെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് കോർണർ, ഇപ്പൊ 4 ദിക്കുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻചെയിം സ്ഥാപിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലേക്ക് വരുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പീപ്പിൾസിന്റെ ഏരിയ ആയിട്ടാണ് നോർത്ത് വെസ്റ്റ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മളിലേക്ക് കൂടുതൽ ക്ലയന്റുകൾ വരാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാനും ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാവാനും വേണ്ടിയിട്ട് വീടിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗം ആക്ടിവേഷൻ ചെയ്യാം. എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം? ഒരു 6 റോഡ് വിൻചെയിം ഉപയോഗിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാം. അടുത്തത്, നമുക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവണം. ആദ്യം നമുക്ക് നമ്മളിലേക്ക് കസ്റ്റമേഴ്സ് വരണം, നമ്മൾ ചെയ്യുന്ന തൊഴിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണം. തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വീടിന്റെ നോർത്ത് ഭാഗത്ത് വീടിനുള്ളിൽ ഒരു അക്വേറിയവും അതിനോടൊപ്പം തന്നെ ഒരു അരോന മത്സ്യവും കൂടെ വളർത്തുക എന്ന് പറയുന്നത് നല്ലൊരു ടൂളാണ്. ഇനി ഈ അരോനയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ വെക്കാം. വാട്ടർ ഫൗണ്ടൻ ആണെങ്കിൽ ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും ഇത് വർക്ക് ചെയ്യിച്ചിരിക്കണം. അപ്പൊ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് 6 റോഡ് വിൻചെയിം ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. നോർത്തിൽ നമ്മൾ ഒരു അക്വേറിയം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടൻ കൊടുത്തുകൊണ്ട് നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് വേണം? സമ്പത്ത് ഉണ്ടാവണം. സമ്പത്ത് ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണർ ആക്ടിവേഷൻ ചെയ്യുക. സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവിടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അവിടെ ഒരു വെൽത്ത് വേസ് വെക്കാനായിട്ട് സാധിക്കും. എങ്ങനെ ഒരു വെൽത്ത് വേസ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബൗൾ എടുക്കുക, ആ ബൗളിനകത്ത് നിറച്ച് നമുക്ക് ചൈനീസ് കോയിൻ, സിട്രിൻ, ഇൻഗോട്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ, പിന്നെ ഇമിറ്റേഷൻ ആയിട്ടുള്ള ജുവൽസ്, അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു നിധി ഇരിക്കുന്നത് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. ഒരു വെൽത്ത് ഷിപ്പ് വാങ്ങിച്ചിട്ട് അതിനകത്ത് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നു, തൊഴിൽപരമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായി, സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടായി. ഇനി നമ്മുടെ സ്ഥാപനത്തിന് എപ്പോഴും പേരും പെരുമയും പ്രസിദ്ധിയും ഉണ്ടായിരിക്കണം. അതിനെന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ സൗത്ത് ഡയറക്ഷൻ, അപ്പോൾ സൗത്ത് ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഒരു ഫീനിക്സ് ബേർഡിന്റെ ചിത്രം വെക്കാം. ഫീനിക്സ് ബേർഡിന്റെ ചിത്രം സൗത്ത് ഡയറക്ഷനിൽ വെക്കാം. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന്റെ എല്ലാ ദിക്കിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പക്ഷെ ഈ 4 ദിക്കുകളും കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവും. നോർത്ത് വെസ്റ്റ് കോർണറിൽ ഒരു 6 റോഡ് വിൻചെയിം വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക, ഗൃഹനാഥനെ അഭിവൃദ്ധിപ്പെടുത്തുക. നോർത്തിൽ ഒരു അക്വേറിയമോ വാട്ടർ ഫൗണ്ടനോ വെച്ചുകൊണ്ട് തൊഴിലിനെ വർദ്ധിപ്പിക്കുക. സൗത്ത് ഈസ്റ്റ് ഒരു വെൽത്ത് വേസ് വെച്ചുകൊണ്ട് സമ്പത്ത് വർദ്ധിപ്പിക്കുക. സൗത്തിൽ ഒരു ഫീനിക്സ് ബേർഡോ ഒരു വിക്ടറി ഹോഴ്സോ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പേരും പ്രസിദ്ധിയും കൂട്ടുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ 4 ഡയറക്ഷൻസിലായിട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്കൊരു ഫ്ലാറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഇപ്പൊ നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനമാണ് നടത്തുന്നത്. ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ എൻട്രൻസിൽ നിന്ന് വീടിന്റെ ക്യാഷ് കൗണ്ടറിലേക്ക് നോക്കി ഇത്തരത്തിലുള്ള ഒരു മണി ഫ്രോഗ് വെക്കാം, വെൽത്ത് കൊണ്ടുവരാനായിട്ട്. ഇനി നിങ്ങളുടെ ക്യാഷ് കൗണ്ടറിന്റെ മുകളിൽ ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലാഫിൻ ബുദ്ധിയെ വയ്ക്കാം. നോർത്ത് വെസ്റ്റ് കോർണറിൽ സ്ഥാപിക്കേണ്ട വിൻചെയിം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് കോർണറിൽ സ്ഥാപിക്കാം. സൗത്തിൽ വെക്കേണ്ടതായിട്ടുള്ള ഫീനിക്സ് ബേർഡ് എന്ന് പറയുന്ന സ്റ്റാച്യു ഇതാണ്. ഇത് നിങ്ങൾക്ക് സൗത്തിൽ വെക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.